കാൽനദീപം വചനധ്യാനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യഹോവ അടുപ്പിച്ച പെരുങ്കാറ്റ് എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ജീവിതത്തിൽ പലപ്പോഴും പല പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റും പെരുങ്കാറ്റും അനുഭവപ്പെട്ട് വലഞ്ഞിട്ടില്ലാത്തവരായിട്ട് ഒരു വിശ്വാസിയും ഉണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പെരുങ്കാറ്റിനും കൊടുങ്കാറ്റിനും പല കാരണങ്ങളും പല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ യോനാ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവം അടുപ്പിച്ച പെരുങ്കാറ്റ് അവൻ്റെ പ്രവാചകന്റെ അനുസരണക്കേടിനെ തിരുത്തുവാനായി അടുപ്പിച്ച പെരുങ്കാറ്റാണെന്ന് വേദപുസ്തകം സൂചിപ്പിക്കുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. യഹോവ മനഃപൂർവ്വം അടുപ്പിച്ച പെരുങ്കാറ്റാണ്. ഈ പെരുങ്കാറ്റിന് കാരണമായിരുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ യോനായുടെ അനുസരണക്കേടാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, അവൻ കൂലി കൊടുത്ത് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറിയിട്ട് യഹോവയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. യോനായോട് ദൈവം കൽപ്പിച്ചത് നിനവയിലേക്ക് പോയി വചന ശുശ്രൂഷ നടത്തുവാൻ, നിനവയിലേക്ക് പോയി പ്രവചിക്കുവാനാണ്. എന്നാൽ യോനായ്ക്ക് തൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൽ നിനവയിലേക്ക് പോകുവാൻ താല്പര്യമില്ലാതെ അവൻ കൂലി കൊടുത്ത് തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ പെരുങ്കാറ്റ് താൻ കൂലി കൊടുത്ത് സമ്പാദിച്ച പെരുങ്കാറ്റാണ്. പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ അനുസരണക്കേട് നിമിത്തവും ദൈവവചനം നമുക്ക് അനുസരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും മടിയുള്ളത് കൊണ്ടും നാം സമ്പാദിക്കുന്ന ചില പെരുങ്കാറ്റുകളുണ്ട്. അത് അനുസരണക്കേടിൻ്റെ പെരുങ്കാറ്റുകളാണ്. അവൻ കൂലി കൊടുത്തിട്ട് വാങ്ങിയ ഈ കപ്പലിലാണ് യഹോവ വലിയൊരു പെരുങ്കാറ്റ് അടുപ്പിച്ചത്. ഈ കാറ്റിൻ്റെ പിറകിലെ ദൈവോദ്ദേശം അവൻ്റെ അനുസരണക്കേടിനെ ഒന്ന് സുഖമാക്കി സൗഖ്യമാക്കി അവനെ ദൈവിക പദ്ധതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ്. എന്നാൽ ഏതൊരു മനുഷ്യ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് പോലെയും ഈ സമുദ്രത്തിൽ പെരുങ്കാറ്റടിച്ചപ്പോൾ മാനുഷികമായ ആലോചന പ്രകാരം ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ തന്നാൽ ആവോളം പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഏവരെയും പോലെ അവരും ആദ്യം ചെയ്തത് നിലവിളിക്കുകയാണ്. നിലവിളിച്ചതിന് ശേഷം അവർ എന്തു ചെയ്തു? കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. 1-ന്റെ 5-ാം വാക്യം, കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുക. കപ്പലിൻ്റെ ഭാരം കുറഞ്ഞാൽ പെരുങ്കാറ്റിനെ അതിജീവിക്കുവാൻ സാധിക്കുമെന്ന് അവരുടെ മാനുഷിക ബുദ്ധിയിൽ ഇതുവരെയുള്ള അനുഭവ ജ്ഞാനത്തിൽ അവർ വിചാരിച്ചു. എന്നാൽ ദൈവം അടുപ്പിക്കുന്ന പെരുങ്കാറ്റുകളെ, ജീവിതയാത്രയിൽ ദൈവം അടുപ്പിക്കുന്ന കൊടുങ്കാറ്റുകളെ ഭാരം കുറച്ചത് കൊണ്ട് അതിജീവിക്കാൻ പറ്റുകയില്ലെന്ന് ഈ കപ്പൽ യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ദൈവം നമ്മെ പഠിപ്പിക്കുന്ന അനുസരണം നാം തികഞ്ഞവരായി തീരുമ്പോഴാണ് ചില പെരുങ്കാറ്റുകൾ മാറുന്നത്. അവരുടെ 1-ാമത്തെ ശ്രമം അങ്ങനെ തോറ്റുപോവുകയാണ്. അവർ ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു, ഒരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നീട് ഓരോരുത്തരും അവരവരുടെ ദൈവത്തിൻ്റെ നാമത്തിൽ വിളിച്ച് കരയുന്നതായിട്ട് 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവർ ചീട്ടിട്ട് നോക്കുകയാണ് ആര് നിമിത്തമാണ് ഇത് ഉണ്ടായിരിക്കുന്നതെന്ന്. എന്നാൽ ഇതൊന്നും അറിയാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ യോന കിടന്ന് ഉറങ്ങുകയുണ്ടായിരുന്നു. ചീട്ട് വീണതിന് ശേഷം അനുസരണക്കേട് കാണിച്ചിട്ട് ഇതൊന്നും അറിയാതെ സമാധാനമായിട്ട് കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന ചില ജീവിതങ്ങളെ ഇന്നും നമുക്ക് കാണാം. ദൈവകൽപ്പന അനുസരിക്കാതെ, ദൈവവചനം അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചിട്ട് ജീവിതമാകുന്ന കപ്പലിനകത്ത് ആകമാനം പെരുങ്കാറ്റടുപ്പിച്ചിട്ട് ഇതൊന്നും അറിയാതെ കിടക്കുന്ന ചില ജീവിതങ്ങളുമുണ്ട്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന യോനയുടെ പേർക്കാണ് അവരിട്ട ചീട്ട് വീണതും അവർക്ക് മനസ്സിലായി ഈ പെരുങ്കാറ്റിൻ്റെ കാരണം യോനയാണെന്ന്. എന്നാൽ 12-ാം വാക്യത്തിൽ യോന പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ
അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു. യോനായ്ക്ക് മനസ്സിലായി തൻ്റെ അനുസരണക്കേടാണ് ഈ ഒരു വലിയ കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ നാശത്തിന് കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോന പറയുകയാണ്, എൻ്റെ നിമിത്തമാണ് ഈ പെരുങ്കാറ്റ്, എൻ്റെ നിമിത്തമാണ് ഈ കോൾ, അതുകൊണ്ട് നിങ്ങൾ എന്നെ എടുത്ത് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളയാൻ. എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു. യോന പറഞ്ഞു, ഞാനാണ് കാരണം, എന്നെ എടുത്തിട്ടുകൊള്ളുക. പക്ഷെ അവർക്കത് സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട്, എടുത്തു കളയേണ്ടതിനെ കപ്പലിൽ നിന്ന് മാറ്റിക്കളയുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവർ പിന്നെയും അവരുടെ മാനുഷിക ശ്രമത്തിൽ അവർ മുറുകെ തണ്ടുവലിക്കുകയാണ്. എന്നാൽ സമുദ്രം കോപിച്ച് കോൾ പെരുകിയെന്ന 14-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവർ ഏറെ തണ്ടുവലിക്കും തോറും, മുറുകെ തണ്ടുവലിക്കും തോറും, ഇതിനെ ഒന്ന് അതിജീവിക്കുവാൻ, ഈ പ്രശ്നത്തെ ഒന്ന് ഓവർകം ചെയ്യുവാനായിട്ട് അവരാൽ സാധ്യമായ രീതിയിൽ എത്രയൊക്കെ മുറുകെ തണ്ടുവലിക്കുമ്പോഴും കോൾ പെരുകുന്നതല്ലാതെ ഒരു മാറ്റവും കാണുന്നില്ല. കോൾ ശമിപ്പിക്കേണ്ടവൻ ശമിപ്പിച്ചല്ലാതെ ചില പെരുങ്കാറ്റുകൾ അയച്ചവൻ അറിയാതെ ശാന്തമാകുകയില്ലെന്ന് മനസ്സിലാകുക. പിന്നീട് താഴോട്ട് നാം വായിക്കുമ്പോൾ 15-ാം വാക്യത്തിൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവർ ക്ഷമാപണമൊക്കെ നടത്തിയിട്ട് യോനായെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇടുക. പെട്ടെന്നാണ് യോനായെ സമുദ്രത്തിൽ ഇട്ടുകളയും. 15-ാം വാക്യം 1:15, സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. നമ്മുടെ ക്രൈസ്തവ ജീവിതമാകുന്ന കപ്പലിൽ ദൈവഹിതമല്ലാത്ത ചിലതൊക്കെയും വെച്ചുകൊണ്ട് അതിനെ എടുത്തു മാറ്റാതെ നാം എത്ര തണ്ടുവലിച്ചാലും പെരുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയില്ല എന്ന ആത്മീയ സത്യത്തെ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കളയേണ്ട പാപ സ്വഭാവങ്ങളെ, ദൈവഹിതമല്ലാത്ത പരിചയങ്ങളെ, ദൈവഹിതമല്ലാത്ത സാഹചര്യങ്ങളെ, ദൈവഹിതമല്ലാത്ത ഇടപാടുകളെ, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകളെ, ഇതിനെയൊക്കെ കപ്പലിനകത്ത് സംരക്ഷിച്ചു വെച്ചുകൊണ്ട് ദൈവം അയച്ച, ദൈവം അനുവദിച്ച പെരുങ്കാറ്റുകളെ തടയുവാനായിട്ട് നാം എത്ര അയ്യം വിളിച്ച് കരഞ്ഞാലും, നാം എത്ര മുറുകെ തണ്ടുവലിച്ചാലും അത് മാറിപ്പോകുന്നില്ല എന്നാണ് യോനാ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എടുത്തു കളയേണ്ടതിനെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞാലേ ദൈവം അയച്ച പെരുങ്കാറ്റുകൾ ശാന്തമാവുകയുള്ളൂ. എന്നാൽ യോനായെ എടുത്ത് കടലിൽ ഇട്ടത് കൊണ്ട് യോനയുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അവിടെ ഒരു ബദൽ പദ്ധതി ഒരുക്കിയിട്ടാണ് യോനായെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് സ്വീകരിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ് അനുസരണം പഠിച്ചവനായി, തികഞ്ഞവനായി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തന്നെത്താനെ സമർപ്പിച്ച് കരയ്ക്കടിയുന്ന യോനായെ നമുക്ക് കാണാം. താൻ പിന്നെ നിനവയിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന കപ്പലിൽ അടിക്കുന്ന ചില പെരുങ്കാറ്റുകൾ അനുസരണക്കേടിൻ്റെ പെരുങ്കാറ്റുകളാണെന്ന് നാം മനസ്സിലാക്കുക. നാം അനുസരണം കെട്ടവരായി ദൈവസാന്നിധ്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ, ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, സ്നേഹത്തോടെ നമ്മെ തിരിച്ചു പിടിക്കുവാനായിട്ട് അരുമനാഥൻ അയച്ചു തരുന്ന ചില പെരുങ്കാറ്റുകളാണ് യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട്, എടുത്തു കളയേണ്ടതിനെ എടുത്തു കളഞ്ഞുകൊണ്ട്, ജീവിതം ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് അയ്യം വിളിക്കാം, നിലവിളിക്കാം. തീർച്ചയായിട്ടും ദൈവം അയച്ച പെരുങ്കാറ്റുകൾ ശമനം ചെയ്യുക തന്നെ അവൻ ചെയ്യും. നമ്മെ തികഞ്ഞവരായി, പൂർണ്ണതയുള്ളവരായി നിത്യതയുടെ തുറമുഖത്ത് അടുപ്പിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.